ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു നീൽസ് അക്കാദമി. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസിൽ കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ, അതായത് ഹൈഡ്രജൻ എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ക്ലാസ്സസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ഈ കെമിസ്ട്രിയുടെ ഭാഗത്ത്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗത്ത് വരുന്ന ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സിലബസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അതിലെ കെമിസ്ട്രിയുടെ ഭാഗത്ത് നമുക്ക് എത്രത്തോളം ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കി എല്ലാതും ഉണ്ട്. അതിൽ നമ്മളിപ്പോ ഞാൻ എടുക്കുന്നത് കെമിസ്ട്രി ആണല്ലോ. അപ്പൊ കെമിസ്ട്രിയുടെ ഭാഗത്ത് നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് അല്ലേ? കുറെ എല്ലാവരും നോക്കിയിട്ടുണ്ടാകും. അതിൽ തന്നെ കെമിസ്ട്രിയുടെ തുടക്കത്തിൽ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടക്കത്തിൽ നെയിമിങ്ങും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഹൈഡ്രോ കാർബൺസ്, കേട്ടോ, ഹൈഡ്രോ കാർബൺസ്, അതിൽ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുലയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ ആൽക്കെയിൻസും ആൽക്കീനും ആൽക്കൈന്റെയും ജനറൽ ഫോർമുല പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഞാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ടെസ്റ്റുകൾ, ആൽക്കഹോള്, ഫീനോള്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, ഈതർ, ഇവരുടെയൊക്കെ ടെസ്റ്റുകൾ നമുക്ക്, പ്രിപ്പറേഷൻ അല്ല ടെസ്റ്റ് കേട്ടോ, ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൺഫ്യൂഷൻസ് വരുന്ന നിറങ്ങളില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെക്യുലാരിറ്റീസിൽ, ഇപ്പൊ ബ്രിസ്ക് എഫർവെൻസൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോഗി അപ്പിയറൻസ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ ടെസ്റ്റുകളുടെ വരുന്നത്. സോ എന്ത് ചെയ്യുക, തരുന്ന നോട്ട് ക്ലിയർ ആയിട്ട് നോക്കുക കേട്ടോ, നന്നായിട്ട് വായിച്ചു നോക്കുക. നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ തരുന്ന നോട്ട്സ് നന്നായിട്ട് നോക്കുക, എന്നിട്ട് പഠിക്കുക. ധാരാളം എക്സാമ്പിൾസ് വെച്ചിട്ടും, അതേപോലെ നമ്മൾ തരുന്നത് ഓരോരോ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് ആർ ഹൈഡ്രോ കാർബൺ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഹൈഡ്രോ കാർബൺ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഹൈഡ്രോ കാർബൺ. അപ്പൊ അതിൽ ഉണ്ട് അല്ലെ, ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. ഈസി അല്ലേ? എന്താണ് പറയുന്നത്? ഹൈഡ്രജനും കാർബണും. ഓക്കെ, ഹൈഡ്രജൻ പ്ലസ് കാർബൺ അല്ലെ, ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രജൻ, അതേപോലെ തന്നെ പ്ലസ് കാർബൺ, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. യെസ്, നമുക്ക് ധാരാളം ഹൈഡ്രോ കാർബൺസിനെ നമ്മുടെ ചുറ്റും നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥേൻ അല്ലെ, CH4 അല്ലെ, CH4 മീഥേൻ. യെസ്, ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ, CH4 മീഥേൻ അല്ലെ. അതുപോലെ തന്നെ ഈഥേൻ അല്ലെ, പിന്നെ C2H6 ഈഥേൻ അല്ലെ, C3H8 പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ അല്ലെ. ഇതൊക്കെ എന്താണ്? ഹൈഡ്രോ കാർബണുകളുടെ എക്സാമ്പിളുകളാണ് അല്ലെ. ഇതൊക്കെ ഹൈഡ്രോ കാർബണുകളുടെ എക്സാമ്പിൾ ആണ്. സോ കണ്ടോ, മീഥെയിൻ, പ്രൊപ്പെയിൻ, ഈഥെയിൻ, ബ്യൂട്ടെയിൻ അല്ലെ, ധാരാളം ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടില് നിങ്ങൾ എപ്പോ തൊട്ട് പഠിക്കുന്നുണ്ട്? ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് അല്ലെ, 10 തൊട്ട് തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അവിടെ നിന്നൊക്കെ നമ്മൾ പഠിച്ച് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ വലിയ ആൾക്കാരിലേക്ക് അല്ലേ, നമ്മൾ നെയിമിങ് പഠിക്കുന്നു, ടെസ്റ്റുകൾ പഠിക്കുന്നു, പ്രിപ്പറേഷൻസ് പഠിക്കുന്നു, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നു. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? +2 +1 ലെവലിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ധാരാളം പഠിക്കും അല്ലേ. അതിൽ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ഫീനോൾസിനെ കുറിച്ച് മാത്രം, കീറ്റോൺസിനെ കുറിച്ച് മാത്രം, അങ്ങനെ നമ്മൾ പഠിച്ചു വരില്ലേ. അതേപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ആൾക്കാരാണ് ഹൈഡ്രജൻ കാർബൺ കോമ്പൗണ്ടുകൾ. എക്സാമ്പിൾ CH4, C2H6, C3H8, C4H10, അങ്ങനെയുള്ള മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ, ഹെക്സെയിൻ അല്ലെ, അതേപോലെയുള്ള ആൾക്കാരുകൾ. ഓക്കെ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കണം, അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടാതെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പേരുകളിൽ വ്യത്യാസം വരും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് കാർബൺ ബോണ്ട് പ്രസന്റ്, ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ കാറ്റഗറീസ്. നിങ്ങൾക്ക് അല്ലെ, കാർബൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ കാർബണും തമ്മിലുള്ള സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട്
ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ അതിന്റെ ബേസിസിൽ നമുക്ക് കാർബൺ കാർബൺ ബോണ്ടിങ്ങിന്റെ ബേസിസിൽ നമുക്ക് ഈ ഹൈഡ്രോ കാർബണുകളെ മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് തേർഡ് വൺ ഈസ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉണ്ടാകും. ഓക്കെ, IUPAC നെയിമിങ്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ ഇവരുടെ പ്രിപ്പറേഷൻസ്, അതൊക്കെ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉണ്ടാകും. അപ്പൊ ആ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ ജനറൽ ഫോർമുലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ് അതപ്പൊ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈഡ്രോ കാർബണുകളെ നമുക്ക് അവരുടെ കാർബൺ കാർബൺ ബോണ്ടിങ്ങിന്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം എന്ന് പറയുന്നത്? യെസ്, ഒന്നാമത്തത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് തേർഡ് വൺ ഈസ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഓക്കെ അല്ലെ? ഇനി ഓരോന്നും എന്താ എന്ന ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊന്നും നമ്മളിപ്പോ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഈ ടോപ്പിക്കിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത് കേട്ടോ. സിലബസിൽ ആവശ്യം വരുമ്പോൾ അത് നമുക്ക് എടുത്തുതരും. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ അല്ലെ? ഇനി ഇപ്പത്തെ തന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിസ് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. CH4 C2H6 C2H4 അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചു കാണും. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പേരുകളിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കാനായിട്ടില്ല. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് ഹൈഡ്രോ കാർബണുകളെ അലിഫാറ്റിക് എന്നും അരോമാറ്റിക് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹൈഡ്രോ കാർബണുകളെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്? അലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളും അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഉണ്ട്. ഈ അലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രാഞ്ചസ് ഒന്നുമില്ല, മീൻസ് ബ്രാഞ്ചസ് ഒന്നുമില്ലാതെ പറഞ്ഞാൽ സൈക്ലിക് അല്ലാത്ത നമ്മൾ ഓപ്പൺ ചെയിൻ ആയിട്ട് എഴുതില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു അലിഫാറ്റിക്കിൽ ഉൾപ്പെടുത്തുന്നത്. അരോപാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻസീൻ റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, സൈക്ലിക് ആയിട്ട് വരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു അരോമാറ്റിക്കിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ അലിഫാറ്റിക്കിൽ തന്നെ നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? അലിഫാറ്റിക്കിൽ ആൽക്കെയിൻസ് വരുന്നുണ്ട്, ആൽക്കീൻസ് വരുന്നുണ്ട്, ആൽക്കൈൻസ് വരുന്നുണ്ട്. ഓക്കെ അല്ലെ? ഓക്കെ, നമുക്ക് അറിയാം അല്ലെ, ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ്. അരോമാറ്റിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബെൻസീനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, ഇപ്പൊ ഫീനോള്, അതുപോലെ കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡുകൾ, അങ്ങനെ ചേർന്ന് ഈ ബെൻസീനിൽ മറ്റാൾക്കാരും കൂടി സബ്സ്റ്റിറ്റ്യൂവൻസ് വരില്ലേ, അതാണ് നമ്മൾ ബെൻസീനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് അരോമാറ്റിക്കിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലെ? മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലെ? യെസ്, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞത് നമ്മുടെ ജനറൽ ഫോർമുല, നമ്മുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഏത്? ഹൈഡ്രോ കാർബണുകളുടെ ജനറൽ ഫോർമുല. അതും ആരുടെ ജനറൽ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആൽക്കെയിനുകളുടെ ജനറൽ ഫോർമുല. യെസ്, ആൽക്കെയിനുകളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CnH2n+2. CnH2n+2 അല്ലെ? ആൽക്കെയിന്റെ ഫോർമുല CnH2n+2 ആണ്. ആൽക്കീൻസിന്റെ ഫോർമുല CnH2n ആണ്. ആൽക്കൈൻസിന്റെ ഫോർമുല CnH2n-2 ആണ് അല്ലെ? ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലെ. N എന്ന് പറയുന്നത് അല്ലെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആറ്റംസ് നമ്മൾ എത്ര കൊടുക്കുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ N1 ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലെ. N=1 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ എങ്ങനെ വരും? Cn എന്ന് പറയുമ്പോൾ C1 എന്ന് വരും. H2n+2, 2n+2 എന്ന് പറയുമ്പോൾ H2 × 1+2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? C1 എന്ന് പറഞ്ഞാൽ C2 × 1 2, 2 + 2 4, അപ്പൊ CH4 ഏതാണത്? N=1 വന്നാൽ CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ അല്ലെ, മീഥെയിൻ അല്ലെ. ANE സിംഗിൾ ബോണ്ട്, അവസാനം ANE വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾ വിചാരിക്കൂ, ഇനിയിപ്പോ ഞാൻ പറയാണ് N= ഇതല്ല, N=2 ആണെന്ന് വിചാരിക്കൂ. ആ ഒരു ഹൈഡ്രോ കാർബണിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? N=2 വന്നു കഴിഞ്ഞാൽ നമ്മൾ N കാണുന്നോടത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ C2H2n, അപ്പൊ 2 × 2, 2 × 2 4, 4 + 2 6, C2H6, C2H6 എന്ന് വരും അല്ലെ. C2H6 എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? C2H6 2 കാർബൺ ആറ്റംസ് വരുന്നു അല്ലെ, 2 കാർബൺ ആറ്റംസ് വരുന്നു. അതിന്റെ ചുറ്റും നോക്കിയേ, 2 ചുറ്റും 6 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ എങ്ങനെ വരണം? ഇവിടെയും 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 ഹൈഡ്രജൻ, ഇങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഹൈഡ്രജൻ അല്ലെ. അപ്പൊ എന്താ പേര് വരുന്നത്? ഈ കാർബണിന്റെ പേര് വരുന്നത് ഈഥെയിൻ അല്ലേ, ഈഥെയിൻ അല്ലേ. CH4 അല്ലെ, CH4 മീഥെയിൻ, C2
C2H6 ഈഥെയ്ൻ, അതുപോലെ C3 വരുന്ന സമയത്ത് പ്രൊപ്പെയിൻ, അല്ലെ ബ്യൂട്ടെയിൻ, അങ്ങനെ അങ്ങനെ നമുക്ക് പേരുകൾ വരും. ഓക്കെ ആണോ? മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യം? അപ്പൊ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ജനറൽ ഫോർമുല ഇതാണ്. ഇവരുടെ ജനറൽ ഫോർമുല അല്ലെ CnH2n+2 അതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ഇപ്പൊ പിടികിട്ടിയോ? ആൽക്കീനും ആൽക്കൈന്റെയും ജനറൽ ഫോർമുല നമുക്ക് ഇതിൽ തന്നിട്ടില്ല, മീൻസ് സിലബസിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും നോക്കി വെച്ചോളൂ. ആൽക്കീന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. ആൽക്കൈന്റെ ഫോർമുല CnH2n-2 ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? മനസ്സിലായില്ലേ പറഞ്ഞ കാര്യം? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ടെസ്റ്റുകളാണ്. എല്ലാവരും റെഡി അല്ലേ? ടെസ്റ്റുകളാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നോളണേ. നമ്മൾ ടെസ്റ്റുകൾ പഠിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളണേ കേട്ടോ. നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി മാറി മറിഞ്ഞു പോവരുത്. അപ്പൊ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ടെസ്റ്റ് ഫോർ ഫീനോൾ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഫീനോളിന്റെയും ആൽക്കഹോൾസിന്റെയും ടെസ്റ്റുകളാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിയാക്ഷൻ നടന്നിട്ട് അവിടെ ഫീനോൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടന്നിട്ട് അവിടെ ആൽക്കഹോൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടായോ ഇല്ലേ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് കൺഫേം ചെയ്യണ്ടേ? അത് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. കേട്ടല്ലോ? അപ്പൊ നമുക്ക് റെഡി അല്ലേ? യെസ്, ഫീനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് അല്ലെ? OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആളാണ് ഫീനോൾസ് എന്ന് പറയുന്നത് അല്ലെ? ഇറ്റ് ഈസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ, ഓൺ ആൻ അരോമാറ്റിക് റിംഗ് അല്ലെ? ഒരു അരോമാറ്റിക് റിംഗ്. അരോമാറ്റിക് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് റിംഗ് അല്ലെ? ബെൻസീനൊക്കെ പോലെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൻസീനൊക്കെ പോലെ അല്ലെ? ബെൻസീൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും നിങ്ങൾക്ക് അറിയാലോ? ഇതാ ഇങ്ങനെ വരും അല്ലെ ബെൻസീൻ എന്ന് പറയുന്നത്. ഈ ഒരു ബെൻസീനൊക്കെ പോലെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് റിംഗില് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എന്ത് വന്നു? ഇതാ ഇങ്ങനെ ഒരു OH ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കൂ അല്ലെ? അപ്പൊ ഒരു അരോമാറ്റിക് റിംഗില് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീനോൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഫീനോൾ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിശേഷണം കൊടുക്കാം. ഫീനോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഫീനോൾസ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ദാൻ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്കറിയാം ഫീനോൾ എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് വരുന്നതും, അതുപോലെ തന്നെ നോക്കിയേ ഈ ഒരു ബെൻസീൻ റിംഗില് എന്ത് വന്നു? COOH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, COOH ഗ്രൂപ്പാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കാർബോക്സിലിക് ആസിഡ് അല്ലേ? അപ്പോ ഇത് കാർബോക്സിലിക് ആസിഡും ഇത് ഫീനോളുമാണ്. റെഡ് ഫീനോളും ബ്ലൂ ചെയ്തിട്ടുള്ളത് കാർബോക്സിലിക് ആസിഡുമാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഫീനോളുകൾ എന്ന് പറയുന്നത് എന്താണ്? വീക്കർ ആസിഡുകളാണ് ദാൻ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ കാർബോക്സിലിക് ആസിഡുകളെക്കാട്ടിലും വീക്കർ ആണ് നമ്മുടെ ഫീനോളുകൾ എന്ന് പറയുന്നത്. ഇറ്റ് അണ്ടർഗോസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസിലി. അതുകൊണ്ട് തന്നെ ഫീനോൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കുന്നു. ഫീനോൾ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെർസാറ്റൈൽ ആൻഡ് ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ ഓർഗാനിക് കെമിക്കൽ അല്ലേ? മോസ്റ്റ് വെർസാറ്റൈൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിക്കൽ ആണ് നമ്മുടെ ഫീനോൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ അരോമാറ്റിക് റിംഗില് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ ഫീനോളുകൾ എന്ന് പറയുന്നത്. ഫീനോൾസ് എപ്പോഴും നമ്മുടെ കാർബോക്സിലിക് ആസിഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വീക്കർ ആസിഡുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പെട്ടെന്ന് തന്നെ നടക്കും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് താഴത്ത് തന്നിട്ടുള്ള ടെസ്റ്റുകളിൽ നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാം? ഫീനോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അതിൽ തന്നിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ലിറ്റ്മസ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തത് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തത് ലിബർമാൻസ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. നാലാമത്തത് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് താലിൻ ഡൈ ടെസ്റ്റ് യൂസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കൂ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ 5 ടെസ്റ്റുകളാണ് തന്നിട്ടുള്ളത്. ലിറ്റ്മസ് ടെസ്റ്റ്, ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്, ലിബർമാൻസ് ടെസ്റ്റ്, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, താലിൻ ഡൈ ടെസ്റ്റ്. ഈ 5 ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാം? ഫീനോള്, അതായത് ഫീനോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഡിറ്റക്ട് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടെസ്റ്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ലിറ്റ്മസ് ടെസ്റ്റ്. എന്താണ് ഒന്നാമത്തത്? ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഒന്നാമത് വരുന്നത്. സയന്റിസ്റ്റ്
യൂസ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? റെഡ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉണ്ട് അല്ലെ? കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ ലബോറട്ടറീസിൽ അതുപോലെ നമുക്ക് വീട്ടിലും ലിറ്റ്മസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ സയന്റിസ്റ്റുകള് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് തന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ട് ഇത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് പൊതുവെ ലിറ്റ്മസ് പേപ്പേഴ്സ് തരുന്നത്, ആണല്ലോ? അപ്പൊ നമുക്കറിയാം 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പേഴ്സ് നമുക്കറിയാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. പൊതുവെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യും? ബ്ലൂ കളർ ആകും അല്ലെ? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യും? ബ്ലൂ കളർ ആവും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യും? റെഡ് നിറാവും. എപ്പോഴാണ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും വരുമ്പോഴായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്? യെസ്, എപ്പോഴാണ്? റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ വൈൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്. ഇപ്പൊ നമ്മളൊരു തന്നിട്ടുള്ള സൊല്യൂഷൻ, ഇപ്പൊ നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആ സൊല്യൂഷൻ തന്നതിൽ ഇപ്പൊ ഞാൻ പറയാണ് ഒരു സൊല്യൂഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, സിംപിളി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സിംപിളി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഞാനിതാ ഈ ഒരു ബീക്കറില് ഞാനൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ അല്ലെ? ഈ ഒരു ബീക്കറിൽ ഞാനൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ലിറ്റ്മസ് പേപ്പർ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? എന്ത് തന്നിട്ടുണ്ട്? ലിറ്റ്മസ് പേപ്പർ നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ തരാലോ ലിറ്റ്മസ് പേപ്പേഴ്സ്. ഏതൊക്കെ ലിറ്റ്മസ് പേപ്പർ തരാം? ഇതാ ഇങ്ങനെ ഒരു റെഡ് നിറത്തിലുള്ള ഒരു ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ കളറിലുള്ള ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ അല്ലെ? ഇനി ഈ ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? ഈ തന്നിരിക്കുന്ന സൊല്യൂഷൻ ബേസ് ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ തന്ന സൊല്യൂഷൻ, ഇവിടെ തന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയില്ല അത് ഏത് സൊല്യൂഷൻ ആണെന്നുള്ളത്. ഞാൻ തന്നിരിക്കുന്ന സൊല്യൂഷൻ ബേസ് ആണ്. നിങ്ങൾക്ക് ഞാൻ പറയാണ് ഈ തന്ന സൊല്യൂഷൻ ബേസ് ആണോ അസിഡിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 2 ലിറ്റ്മസ് പേപ്പേഴ്സ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 ലിറ്റ്മസ് പേപ്പേഴ്സും ഇതിൽ ഡിപ്പ് ചെയ്യും അല്ലെ? 2 ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ഡിപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് നിറായിട്ട് മാറും? നോക്കിയേ, ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് ഡിപ്പ് ചെയ്തു. ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തുണ്ടായി? ഈ ഡിപ്പ് ചെയ്ത ഭാഗം എന്ത് നിറമായിട്ട് മാറി? യെസ്, ഈ ഡിപ്പ് ചെയ്ത ഭാഗം വന്നിട്ട് എന്ത് നിറമായിട്ട് മാറി എന്നറിയോ? ഈ ഒരു ഭാഗം വന്നിട്ട് ബ്ലൂ നിറമായിട്ട് മാറി എന്ന് വിചാരിക്കുക. കേട്ടല്ലോ? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി? ബ്ലൂ നിറമായി. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ നിങ്ങൾ ഡിപ്പ് ചെയ്തു. ഏതിനെ? ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും ഡിപ്പ് ചെയ്തു. അപ്പൊ എന്തായി? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല, അത് അതുപോലെ തന്നെ നിന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? യെസ്, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആണ്? ബേസിക് സൊല്യൂഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? തന്നിരിക്കുന്ന സൊല്യൂഷൻ ബേസിക് ആണെന്നുണ്ടെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ നിറമാക്കുന്നു, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവുന്നില്ല. ഫീനോൾ എന്ത് ചെയ്യുന്നു? ഫീനോൾ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് അല്ലെ? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് നിറമാക്കി മാറ്റുന്നതാണ് ഫീനോൾ. അപ്പൊ നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഫീനോൾ എന്ന് പറയുന്നത് എന്താണ്? ഏത് ലിറ്റ്മസ് പേപ്പറിനെ ഏതാക്കുന്നു? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അത് അസിഡിക് ഇൻ നേച്ചർ ആണ് അല്ലെ? ഫീനോള് അസിഡിക് ഇൻ നേച്ചർ ആണ്. കാർബോക്സിലിക് ആസിഡ് ഓൾസോ ഗീവ് ദിസ് ടെസ്റ്റ്. കാർബോക്സിലിക് ആസിഡും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടെസ്റ്റ് തരുന്നുണ്ട്. എന്നാൽ കാർബോക്സിലിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഫീനോൾ എന്ന് പറയുന്നത് വീക്ക്ലി അസിഡിക് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗീവ് ആൻ എഫർവെസൻസ് വിത്ത് അക്വസ് സോഡിയം കാർബണേറ്റ്. അതുകൊണ്ട് തന്നെ അവര് സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ Na2CO3 കേട്ടോ. ഈ Na2CO3യുമായിട്ട് നമ്മൾ ഫീനോൾസിനെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എഫർവെസൻസ് ഉണ്ടാവില്ല. എന്താണ് ഈ എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു പദം ഇങ്ങനെ പൊന്തില്ല. ഇപ്പൊ നിങ്ങൾ
എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ എന്ത് പറയാം, നിങ്ങൾ ഈ സോഡയൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ സോഡയൊക്കെ നമ്മളിപ്പോ നാരങ്ങ സോഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലക്കുന്ന സമയത്ത് നമ്മൾ ഈ സോഡ ഒഴിക്കുമ്പോൾ ഒരു പതഞ്ഞിങ്ങനെ വരില്ലേ, കുമിളകൾ ഇങ്ങനെ പൊന്തി വരില്ല, നമ്മൾ എഫർവെസൻസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ആ എഫർവെസൻസ് എവിടെ ഉണ്ടാവില്ല എന്നാ പറയുന്നത്? കാർബോക്സിലിക് ആസിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീനോൾസിന് ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പൊ കാർബോക്സിലിക് ആസിഡും ഈ ഒരു ടെസ്റ്റ് കാണിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നുണ്ട്. സോ അസിഡിക് ഇൻ നേച്ചർ ആണ് ഫീനോൾ എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡും ഈ ഒരു ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഫീനോൾ എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ് അല്ലെ? വീക്ക് ആസിഡ് ആണ് കാർബോക്സിലിക് ആസിഡിനെ വെച്ച് നോക്കുമ്പോൾ. സോ ഈ ഫീനോളിനെ നമ്മളൊരു സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഫർവെസൻസ് ഉണ്ടാവില്ല. കേട്ടല്ലോ? അങ്ങനെ എഫർവെസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? അവിടെ ഫീനോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഏത്? ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. രണ്ടാമത്തതാണ് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. എന്താണ് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് ഫീനോൾ. അപ്പൊ നമുക്ക് ഫീനോളിന്റെ അക്വസ് സൊല്യൂഷൻ ആണ് വേണ്ടത്. അത് നമ്മൾ എന്തുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു? ഫീനോളിന്റെ അക്വസ് സൊല്യൂഷനും ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനും എന്ത് ചെയ്യുന്നു? നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? കളേർഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മോസ്റ്റ് ഫീനോൾസും ഒരു ഡാർക്ക് കളേർഡ് സൊല്യൂഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ അല്ലേ? മിക്കവാറും എല്ലാ ഫിനോൾസും ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള, ലൈറ്റ് കളർ അല്ല, ഡാർക്ക് കളേർഡ് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. അപ്പൊ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് വേണം, ഫീനോളിന്റെ അക്വസ് സൊല്യൂഷനും വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 6 കേട്ടോ, 6C6H5OH. എന്താണിത്? C6H5OH എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീനോൾ അല്ലെ? 6 അല്ലെ? 6 മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട്. C6H5OH ഫീനോൾ ആണ്. അത് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. ഏത് പ്രോഡക്റ്റ് ആണ്? Fe. ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് അല്ലെ? നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെ, സ്ക്വയർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. Fe C6H5O 6 times 3 കണ്ടോ? ഇതിന്റെ കളർ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് കളറ്? വയലറ്റ് കളർ കോംപ്ലക്സ് ആണ്. അപ്പൊ ഒരു ഡാർക്ക് കളേർഡ് കോംപ്ലക്സ് കിട്ടിയോ? കിട്ടി. ഒപ്പം അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ H+ അല്ലെ? H+ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ഡാർക്ക് കളേർഡ് കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്തതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? യെസ്, അവിടെ എന്തുണ്ടെന്നാ പറയുന്നത്? OH ഗ്രൂപ്പ് അവിടെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? മനസ്സിലായല്ലോ? ഇതാണ് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. അപ്പൊ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനും നമ്മുടെ ഫീനോളിന്റെ അക്വസ് സൊല്യൂഷൻ തമ്മിൽ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്കൊരു കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് കിട്ടുന്നു. അതൊരു ഡാർക്ക് കളേർഡ് കോംപ്ലക്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഫീനോളിക്കിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, നോക്കി നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ ഫീനോളിക് കോമ്പൗണ്ട് ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഒരു ഡാർക്ക് കളേർഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് കോംപ്ലക്സ് കിട്ടുക നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒരു നിറമാണ് ഇപ്പൊ നമ്മൾ വയലറ്റ് കളർ പറഞ്ഞത്. ഇതില് ഫീനോളിക് ഗ്രൂപ്പ് പല രീതിയിൽ വന്നു കഴിഞ്ഞാൽ പല പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ അങ്ങനെ പല ആൾക്കാർക്ക് പല കളേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുക. അതൊന്നും നിങ്ങൾ നോക്കി വെച്ചോളണേ കേട്ടോ. ഈ ഒരു ടേബിൾ നന്നായിട്ട് നോക്കി വെക്കണം കേട്ടോ. ഈ പല കളറുകളും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളണേ. ഏതാ പല കളറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ? ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഡാർക്കൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് ഫീനോൾ, അതുപോലെ റെസോൾസിനോൾ, ഓർത്തോക്രസോൾ, പാരാക്രസോൾ. ഇതൊക്കെ നമ്മൾ OH ഗ്രൂപ്പ് ഓരോ പൊസിഷനിൽ വരുമ്പോൾ നമ്മുടെ ഫീനോളിന്റെ പേരുകൾ വ്യത്യാസം വരുന്നുണ്ടാകും. അപ്പോൾ ഈ അവസാനം ഓള് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഫീനോൾ ഗ്രൂപ്പ് ആണ്. OH ഗ്രൂപ്പ് വരുമ്പോഴാണ് വരുന്നത്. എവിടെ വരുന്നത്? നമ്മുടെ ബെൻസീൻ ഉണ്ടെങ്കിൽ OH ഗ്രൂപ്പ് വരുമ്പോഴാണെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോ ഈ ഫീനോള്, റെസോൾസിനോള്, ഓർത്തോക്രസോള്, പാരാക്രസോൾ ഒക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കോംപ്ലക്സിന് വയലറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്.
കേട്ടല്ലോ. പിന്നെ കാറ്റോകോൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ, പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോക്വിനോൺ കേട്ടിട്ടുണ്ടാവില്ലേ? ഹൈഡ്രോക്വിനോൺ ആണെങ്കിൽ അവിടെ വയലറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ബ്ലൂ കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പൈറാഗോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലൂ റാപ്പിഡ്ലി ചേഞ്ചിങ് ടു റെഡ്. റാപ്പിഡ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലൂ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറുന്നു, റെഡ് നിറമായിട്ട് മാറുന്ന ഒരു കളർ ചേഞ്ച് ആയിരിക്കും നമുക്ക് കാണപ്പെടുന്നുണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്നും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണേ. ഈ ഒരു കളേഴ്സ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് കളേഴ്സ് തന്നിട്ട് നമുക്കത് ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ചോദിക്കാം കേട്ടോ. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ പല രീതിയും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അടുത്തതാണ് ലിബർമാൻസ് ടെസ്റ്റ്. ഓക്കെ, ലിബർമാൻസ് ടെസ്റ്റില് ഫീനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ് ഫോംസ് എ യെല്ലോ കളർ ക്വിനോൺ മോണോക്സൈഡ് കോംപ്ലക്സ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഫീനോള് സൾഫ്യൂരിക് ആസിഡുമായിട്ടും സോഡിയം നൈട്രേറ്റുമായിട്ടും റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ക്വിനോൺ മോണോക്സൈഡ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വിത്ത് എക്സസ് ഓഫ് ഫീനോൾ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എ ഡീപ്പ് ബ്ലൂ ഇൻഡോഫീനോൾ കോംപ്ലക്സ് ഈസ് ഫോംഡ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് എക്സസ് ഫീനോൾ എടുത്തു, അത് സൾഫ്യൂരിക് ആസിഡിന്റെ ഒപ്പം റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോഫീനോൾ ആണ് കിട്ടുന്നത്. അതിന്റെ നിറം എങ്ങനെയായിരിക്കും? ഒരു ഡീപ്പ് ബ്ലൂ നിറമായിരിക്കും. ഇനി ഓൺ ഡൈലൂഷൻ, അത് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ റെഡ് കളർ ഇൻഡോഫീനോൾ ഇസ് ഫോംഡ്. അപ്പൊ നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഒരു റെഡ് നിറത്തിലുള്ള ഇൻഡോഫീനോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ഫോംഡ് വിച്ച് ടേൺസ് ടു ഡീപ്പ് ബ്ലൂ കളർ സോഡിയം സോൾട്ട് ഓഫ് ഇൻഡോഫീനോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്താ പറയുന്നത് നോക്കി നോക്കി, പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഫീനോള് നമ്മളൊരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ടും സോഡിയം നൈട്രേറ്റുമായിട്ടും റിയാക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത് ഒരു യെല്ലോ കളറിലുള്ള ക്യൂനോൺ മോണോക്സൈഡ് കോംപ്ലക്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ഇനി ഇവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഫീനോൾ കൂടുതൽ എടുത്തു. അപ്പൊ എക്സസ് ഫീനോൾ എടുത്തു. ആ എക്സസ് ഫീനോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന രീതിയിൽ മെല്ലെ ഒരു പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്സസ് ഫീനോൾ ഞാൻ എടുത്തു. ഓക്കെ അല്ലെ? ഈ എക്സസ് ഫീനോളിനെ ഞാൻ ആരുമായിട്ട് റിയാക്ഷൻ നടത്തി? സൾഫ്യൂരിക് ആസിഡ് H2SO4 ഞാൻ റിയാക്ഷൻ നടത്തി എന്ന് വിചാരിക്കൂ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇൻഡോഫീനോൾ ആണ് കിട്ടിയത്. എന്താ കിട്ടിയത്? ഇൻഡോഫീനോൾ ട്ടോ. അപ്പൊ ഞാൻ IP എന്ന് പറയുന്നു. ഇൻഡോഫീനോൾ എനിക്ക് കിട്ടി. ഈ ഇൻഡോഫീനോളിന്റെ നിറം എന്ത് കളറാണ്? ബ്ലൂ കളറാണല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൂ നിറം കൊണ്ട് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് മാറിപ്പോവില്ലല്ലോ. യെസ്, ഇൻഡോഫീനോളിന്റെ നിറം എന്ന് പറയുന്നത് എന്ത് നിറമാണെന്ന് പറയുന്നത്? ബ്ലൂ കളർ. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഇൻഡോഫീനോൾ നമുക്ക് കിട്ടി. അതെന്ത് കളറാണ്? ഡീപ്പ് ബ്ലൂ കളറാണ്. ഓക്കെ, ഇതെന്ത് ചെയ്തു? ഞാൻ ഡൈലൂട്ട് ചെയ്തു. ഡൈലൂട്ട് ചെയ്യാ പറഞ്ഞ ഒന്ന് കുറച്ച് എന്ത് ചെയ്തു? അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെ? ഡൈലൂട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഡൈലൂട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? എനിക്ക് റെഡ് കളറിലുള്ള ഇൻഡോഫീനോൾ ആണ് കിട്ടിയത്. ഡൈലൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റെഡ് നിറത്തിലുള്ള ഇൻഡോഫീനോൾ ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതെന്ത്? ഈ ഇൻഡോഫിനോളിന്റെ നിറം എന്താണ്? റെഡ് കളർ അല്ലേ? ഇനി ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡീപ്പ് ബ്ലൂ കളർ സോഡിയം സോൾട്ട് ഓഫ് സൊല്യൂഷൻ ഓഫ് ഇൻഡോഫിനോൾ ആക്കി മാറ്റാം. എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് NaOH ഞാൻ റിയാക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു ഡീപ്പ് ബ്ലൂ കളറിലുള്ള സോഡിയം സോൾട്ട് സൊല്യൂഷൻ ഓഫ് ഇൻഡോഫിനോൾ കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ എനിക്കൊരു ഡീപ്പ് നിറത്തിലുള്ള IP പറയുമ്പോൾ ഇൻഡോഫീനോൾ. അത് എങ്ങനെയാണ്? സോഡിയം സോൾട്ട് ഓഫ് ഇൻഡോഫീനോൾ. അപ്പൊ സോഡിയം ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്ന് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സോഡിയം സോൾട്ട് ഓഫ് ഇൻഡോഫീനോൾ അല്ലെ? സോഡിയം സോൾട്ട് സൊല്യൂഷൻ ഓഫ് ഇൻഡോഫീനോൾ എനിക്ക് കിട്ടി. കേട്ടല്ലോ? എപ്പോഴാണ് കിട്ടിയത്? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ. ഇതിപ്പോ ഞാൻ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇത് കെമിക്കൽ ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് തൊട്ട് അടുത്ത പേജിൽ നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഫീനോള്, എക്സസ് ഫീനോള് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ ബ്ലൂ കളറിലുള്ള ഇൻഡോഫിനോൾ കിട്ടി.
അതിന് ഡൈലൂഷൻ നടത്തിയപ്പോൾ റെഡ് കളറിലുള്ള ഇന്തോഫിനോൾ കിട്ടി. അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് സൊല്യൂഷൻ ഓഫ് ഇന്തോഫിനോൾ കിട്ടി. അതിന്റെ നിറം എന്താണ്? ഡീപ്പ് ബ്ലൂ കളർ ആണ്. ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കോഡൊക്കെ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇതിന്റെയൊക്കെ കെമിക്കൽ ഫോർമുലാസ് നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട്. കെമിക്കൽ ഫോർമുലാസ് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ പഠിക്കണം. കേട്ടല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ആ ഒരു ആണ് ഇത് കാര്യമായിരുന്നു അല്ലെ? എന്താ ഉണ്ടായിട്ടുള്ളത്? ആദ്യം നമ്മൾ ഫീനോളിന് സൾഫ്യൂരിക് ആസിഡും നമ്മൾ അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ഷൻ നടത്തി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇന്തോഫിനോൾ കിട്ടി. ഓക്കെ ആണല്ലോ? ഇന്തോഫിനോൾ കിട്ടി എന്ന് പറയുന്നു അല്ലെ? ഇന്തോഫിനോൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഇന്തോഫിനോളിനെ ഞാൻ എക്സസ് ആയിട്ടുള്ള ഫീനോളും അതേപോലെ സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റെഡ് നിറത്തിലുള്ള ഇന്തോഫിനോൾ കിട്ടി. പിന്നെ അതിന് ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ ബ്ലൂ നിറത്തിലുള്ള ഇന്തോഫിനോൾ കിട്ടി. അതെങ്ങനെയാണ്? സോഡിയം സോൾട്ട് സൊല്യൂഷൻ ഓഫ് ഇന്തോഫിനോൾ. കണ്ടോ? പറഞ്ഞു തന്ന കാര്യങ്ങള് ഒരു കെമിക്കൽ റിയാക്ഷൻ വെച്ച് താഴത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രം. കേട്ടല്ലോ? ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണിത് കേട്ടോ. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം. കേട്ടല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു IP എന്നൊക്കെ വെച്ച് ഞാൻ എഴുതിയില്ലേ, അത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ അത് യെസ് ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഫീനോൾസിന് എന്തുണ്ടാവുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ആരുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ? ബ്രോമിനുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ. When bromine water is added to aqueous solution of phenol, ഫീനോളിന്റെ aqueous സൊല്യൂഷനിലേക്ക് നമ്മൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ the brown color of bromine disappear. നമ്മുടെ ബ്രോമിന്റെ ബ്രൗൺ കളർ ഡിസപ്പിയർ ആവുകയും ആൻഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ട്രൈ ബ്രോമോഫിനോൾ ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ അല്ലേ? അപ്പോ എന്താ പറയുന്നത്? ഈ ഫീനോള് നമ്മുടെ ആരുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോഴാണ്? ഫീനോൾ വന്നിട്ട് നമ്മുടെ ബ്രോമിനുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാവുകയും ബ്രോമിൻ വാട്ടർ നമ്മൾ ഫീനോളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ബ്രോമിന്റെ ബ്രൗൺ കളർ ഡിസപ്പിയർ ചെയ്ത് പകരം എന്തുണ്ടാവുന്നു? ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് ആണ് ട്രൈ ബ്രോമോഫിനോൾ. അതിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? OH ഗ്രൂപ്പാണ് നമ്മുടെ ഫീനോള്. OH ഗ്രൂപ്പുള്ള ഈ ഒരു ഫീനോൾ വന്നിട്ട് ഇതാണ് ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് 3 പൊസിഷനിൽ അല്ലെ BR വന്നു OH ഗ്രൂപ്പില്. അതിനെയാണ് നമ്മൾ ട്രൈ ബ്രോമോഫിനോൾ എന്ന് വിളിക്കുന്നത്. ഒപ്പം ഹൈഡ്രജൻ ബ്രോമൈഡ് HBr ഫോം ചെയ്തു. മനസ്സിലായില്ലേ? പിടികിട്ടിയല്ലോ റിയാക്ഷൻ? ഇത് വളരെ എളുപ്പമുള്ള ഒരു റിയാക്ഷൻ ആണല്ലേ? ഏത് തൊട്ട് മുന്നേ വെച്ചിട്ടുള്ള ലിബർമാൻസിന്റെ ടെസ്റ്റിനെ കാട്ടിലും ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ഇത്തിരി കൂടി എളുപ്പമാണല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാലോ അങ്ങനെയാണെങ്കിൽ. അടുത്തതാണ് താലിൻ ഡൈ ടെസ്റ്റ്. താലിൻ ഡൈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീനോൾ ഓൺ ഹീറ്റിംഗ് വിത്ത് ഫ്താലിക് ആൻഹൈഡ്രേറ്റ്. ഫ്താലിക് ആൻഹൈഡ്രേറ്റ് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഫ്താലിക് ആൻഹൈഡ്രേറ്റ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഈ ഒരു നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ അവിടെ ഒരു COCOO തന്നിരിക്കുന്നത് കണ്ടില്ലേ? ഈ ചിത്രത്തിലേക്ക് നോക്കൂ കേട്ടോ. പറയുമ്പോൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ. കണ്ടോ? ഇത് കുറച്ചുകൂടി ഡാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് താലിക് ആൻഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫീനോൾ ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അത് താലിക് ആൻഹൈഡ്രേറ്റുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു. ആരുടെ പ്രസൻസിലാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ്. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്തു? ഒരു കളർലെസ് കണ്ടൻസേഷൻ കോമ്പൗണ്ട്. കളർലെസ് ആണ്. അതിന്റെ പേരാണ് ഫീനോൾ ഫ്താലിൻ എന്ന് പറയുന്നത്. ഫീനോൾ ഫ്താലിൻ. കണ്ടോ? ഇത് കേട്ടോ? പേരൊക്കെ നല്ല രസമുണ്ട് അല്ലെ? ഫീനോൾ ഫ്താലിൻ. ഓക്കെ. ഇതിന്റെ കളർ എങ്ങനെയാണ്? കളർലെസ് ആണ്. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ ഫീനോളും ഫ്താലിക് ആൻഹൈഡ്രേറ്റും കൂടി റിയാക്ഷൻ നടത്തി ഹൈഡ്രോക്ലോറിക് അല്ല, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തിയത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഫീനോൾ ഫ്താലിൻ. അത് കളർലെസ് ആണ്.
ഓക്കെ അല്ലേ? ഓൺ ഫർദർ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇയാളെ ഞാൻ എന്ത് ചെയ്തു? ഈ കളർലെസ് ആയിട്ടുള്ള ആളെ വീണ്ടും ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് റിയാക്ഷൻ നടത്തി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഒരു പിങ്ക് കളറിലുള്ള ഒരു ഫ്ലൂറസെന്റ് അല്ലെ, പിങ്ക് കളർ ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് കിട്ടി. അതിനെയാണ് ഫ്ലൂറസിൻ എന്ന് വിളിക്കുന്നത്. ഇത് തന്നിരിക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ ഫ്ലൂറസിൻ. ഇതെന്താണ്? ഒരു ഫ്ലൂറസെന്റ് പിങ്ക് കളർ. നമ്മൾ ഫ്ലൂറസെന്റ് പച്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് പിങ്ക് കളറിലുള്ളതാണ്. അതാണ് ഫ്ലൂറസിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്യാരക്ടറിസ്റ്റിക് കളർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെന്റ് ഫിനോളിക് കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ ബി വ്യൂഡ് അണ്ടർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തെങ്കിൽ നമുക്ക് അതിന്റെ കളേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. വീണ്ടും എക്സസ് വീണ്ടും ഇത് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറി? കളർലെസ് ആയിട്ട് മാറും. കേട്ടല്ലോ? അപ്പൊ തന്നിരിക്കുന്ന റിയാക്ഷൻ സ്റ്റാലിൻ ഡൈ ടെസ്റ്റ് ആണ്. അപ്പോ ശ്രദ്ധിക്കണം, ഇവിടെ താലിക് ആൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ഷൻ അത് നടത്തിയപ്പോൾ ഒരു കളർലെസ് കോമ്പൗണ്ട് കിട്ടി. ആ കളർലെസ് കോമ്പൗണ്ടിനെ NaOH റിയാക്ഷൻ നടത്തിയപ്പോൾ പിങ്ക് നിറത്തിലുള്ള ഒരു ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് ആണ് കിട്ടിയത്. അതിനെ ഫ്ലൂറസിൻ എന്ന് വിളിച്ചു. ഇതിന് ഞാൻ വീണ്ടും എക്സസ് ആയിട്ടുള്ള NaOH വീണ്ടും റിയാക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടി. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ OH ഗ്രൂപ്പ് അല്ലെ, ഫീനോളിന്റെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫങ്ഷണൽ ഗ്രൂപ്പ്, OH ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതാ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഫീനോളിക് ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ താലിൻ ഡൈ ടെസ്റ്റിൽ പല നിറങ്ങൾ നമുക്ക് പല ആൾക്കാർ പല നിറങ്ങളാണ് തരുന്നത്. ഇതാ കണ്ടോ? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇത് നിങ്ങളൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം കേട്ടോ. എവിടേക്കാണ് വരുന്നിട്ടുള്ളത് നോക്കി നോക്കി. എവിടേക്കാണ് പറയുന്നത്? ഫീനോൾ ആണെങ്കിൽ റെഡിഷ് പിങ്ക് ആണ്, O ക്രെസോൾ ആണെങ്കിൽ റെഡ് ആണ്, M ക്രെസോൾ ആണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ബ്ലൂ ആണ്, 1 നാഫ്തോൾ ആണെങ്കിൽ ഗ്രീന്, 2 നാഫ്തോൾ ആണെങ്കിൽ ഫെയിന്റ് ഗ്രീൻ, റെസോൾസിനോൾ ആണെങ്കിൽ യെല്ലോ ഗ്രീൻ ഫ്ലൂറസെൻസ് ആയിരിക്കും, ഹൈഡ്രോക്വിനോൺ ആണെങ്കിൽ ഡീപ്പ് പർപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതൊന്നും തെറ്റിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തെറ്റി പോവരുതേ, ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ. അപ്പൊ താലിൻ ഡൈ ടെസ്റ്റിലും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടേബിൾ പഠിച്ചത് ഓർമ്മയില്ലേ? എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന ടേബിൾ എന്ന് പറയുന്നത്? യെസ്, എവിടെയാണ്? ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റും. അപ്പൊ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റിലും താലിൻ ഡൈ ടെസ്റ്റിലാണ് നമ്മൾ 2 ടേബിൾസ് പഠിച്ചത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരേപോലെയുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഫീനോൾസിന്റെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ആൽക്കഹോൾസിന്റെ ടെസ്റ്റ്. ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഹാസ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ആൽക്കഹോൾസ്. അല്ലെ? ആൽക്കഹോൾസ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇപ്പൊ നമുക്കറിയാം CH3CHO അല്ലെ, CH3CHO അല്ല, CH3OH അല്ലെ, മെത്തനോൾ അല്ലെ, അതുപോലെ തന്നെ C2H5OH, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെന്റനോൾ. ഇതൊക്കെ എന്താണ്? ആൽക്കഹോളിക് ഗ്രൂപ്പുകളാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ OH ഗ്രൂപ്പ് വരികയാണെന്നെങ്കിൽ അത് ആൽക്കഹോൾ ആണ്. എന്നാൽ ബെൻസീൻ റിങ്ങിലൊക്കെ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഫീനോൾസ് ആണ്. ആൽക്കഹോൾസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് OH ഗ്രൂപ്പ് ബോണ്ടഡ് ടു എ ടെട്രാഹിഡ്രൽ കാർബൺ ആറ്റം. അല്ലെ? ഒരു 4 കാർബൺ ആറ്റംസ് ഉള്ള, അതാണ് ടെട്രാഹിഡ്രൽ എന്ന് പറയുമ്പോൾ 4 അല്ലെ, 4 കാർബൺ ആറ്റംസും ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ടാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. അവരുടെ ജനറൽ ഫോർമുല ROH ആണ്. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ പറഞ്ഞ കാര്യങ്ങള്? എന്തൊക്കെയാ നമ്മൾ പറയുന്നത്? നോക്കിയേ, ROH എന്ന് പറയുമ്പോൾ നോക്കിയേ, CH3OH വരാം. വന്നൂടെ? CH3OH വരാം, C2H5OH വരാം അല്ലേ? പിന്നെ C3H7OH വരാം അല്ലേ? അങ്ങനെയൊക്കെ പലത് വേണമെങ്കിലും വരാം. അപ്പൊ അതനുസരിച്ച് പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെന്റനോൾ, ഹെക്സനോൾ, ഹെപ്റ്റനോൾ അങ്ങനെയൊക്കെ പേരിൽ വ്യത്യാസം വരും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? യെസ്. അപ്പൊ ഇവരുടെ ടെസ്റ്റുകളാണ് ഒന്നാമത്തത് സോഡിയം മെറ്റൽ ടെസ്റ്റ്, എസ്റ്റർ ടെസ്റ്റ്, സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ്, അസറ്റൈൽ ക്ലോറൈഡ് ടെസ്റ്റ്, അയോഡോഫോം ടെസ്റ്റ്. ഇതിൽ ചിലതൊക്കെ മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ചവരുണ്ടെങ്കിൽ അറിയായിരിക്കും. അയോഡോഫോം ടെസ്റ്റ് ഒക്കെ പിന്നെയും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ 5 ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫീനോളിന്റെ 5 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ഒന്നും ആവരുത്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ ടെസ്റ്റുകൾ നമുക്ക് നേരത്തെ പഠിച്ച പോലെ എളുപ്പത്തിൽ പഠിക്കാലോ. യെസ്, ഒന്നാമത്താണ് based on the appearance of brisk effervescence due to the liberation of hydrogen gas when alcohol react with active metals like sodium. അപ്പൊ ഇത് എളുപ്പമായില്ലേ? ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയാൽ മതി.
എന്താ പറയുന്നത്? ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. അപ്പോ അപ്പിയറൻസ് ഓഫ് ബ്രിസ്ക് എഫർവെസൻസ്, അപ്പൊ ബ്രിസ്ക് എഫർവെസൻസ് നമ്മൾ എന്താന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കുമിളകൾ അല്ലെ, ആ ഒരു ആ ഒരു കുമിളകൾ ഇങ്ങനെ പൊന്തി പൊന്തി വരും. അതിനെ നമ്മൾ ബ്രിസ്ക് എഫർവെസൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. എപ്പോഴാണ് അത് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമ്പോൾ, ഹൈഡ്രജനെ പുറത്തേക്ക് വിടുന്ന സമയത്താണ് ഈ ഒരു ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുന്നത്. അപ്പോ നമ്മുടെ ഈ ആൽക്കഹോൾസ് ഒക്കെ നമ്മൾ നല്ല ആക്റ്റീവ് മെറ്റൽസ് ആയിട്ട്, നമ്മൾ വിഗ്രസ്ലി ആക്റ്റീവ് ചെയ്യുന്ന മെറ്റൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതിലിപ്പോ സോഡിയം പോലുള്ള ആക്റ്റീവ് മെറ്റൽസുമായിട്ടൊക്കെ നമ്മുടെ ആൽക്കഹോൾസ് ഒക്കെ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പൊതുവെ അവിടെ ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ നമ്മുടെ ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു ജനറൽ റിയാക്ഷനും തന്നിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിൽ പഠിച്ചോട്ടേ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ജനറൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, ആ ജനറൽ റിയാക്ഷന്റെ ഒപ്പം തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോ 2ROH എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോളിക് ഗ്രൂപ്പാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ആൽക്കഹോളിനെ സോഡിയം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സോഡിയമായിട്ട് റിയാക്ഷൻ നടത്തി. അപ്പൊ എന്തുണ്ടായി എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ 2RONA എന്ന് പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടായി. H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്തു. അപ്പൊ H2 ഗ്യാസിനെ അവിടെ ലിബറേറ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടായത്. ഓക്കെ, ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടായി. അപ്പൊ എപ്പോഴാണ് ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുന്നത്? H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുന്നത്. എപ്പോഴാണ് H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നത്? ആൽക്കഹോൾസ് സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ മാത്രമേ H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുള്ളൂ. പിടികിട്ടിയോ? ഓക്കെ അല്ലെ. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് അവർ കാണിച്ചിട്ടില്ലേ? മെത്തനോൾ അല്ലെ, CH3OH സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്തി, CH3ONA കിട്ടി. CH3ONA പേരാണ് സോഡിയം മീതോക്സൈഡ് അല്ലെ, മെത്തോക്സൈഡ്, സോഡിയം മെത്തോക്സൈഡ്. ഓക്കെ അല്ലെ. അവിടെ H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്തു. അപ്പൊ അവിടെ എന്തുണ്ടായി? യെസ്, അവിടെ ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടായി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ യെസ് ആൽക്കഹോളിക് ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ദ ആൽക്കഹോൾ ടു ബി ടെസ്റ്റഡ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഇതിൽ ആൽക്കഹോൾ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ദ ആൽക്കഹോൾ ടു ബി ടെസ്റ്റഡ് ഷുഡ് ബി ഡ്രൈ. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണ് ഡ്രൈ ആയിരിക്കണം എന്ന് പറയുന്നത്? വാട്ടർ ഓൾസോ റിയാക്ട് വിത്ത് സോഡിയം. ഓക്കെ അല്ലേ. സോഡിയം ഷുഡ് ബി ഹാൻഡിൽഡ് കെയർഫുള്ളി. അൺറിയാക്റ്റഡ് സോഡിയം ഷുഡ് ബി ഡിസ്ട്രോയിഡ് ബൈ ആഡിങ് എക്സസ് ആൽക്കഹോൾ. ദിസ് ടെസ്റ്റ് ഈസ് ഫേവറബിൾ ഇഫ് ഫീനൈൽ ഓർ കാർബോക്സിൽ ഗ്രൂപ്പ്സ് ആർ ആബ്സെന്റ്. ഓക്കെ അല്ലേ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞു തരുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് ഷുഡ് ബി ഡ്രൈ ആയിരിക്കണം. എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ എന്ത് ചെയ്യും? സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്തും. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സോഡിയം നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഹാൻഡിൽ ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മൾ റിയാക്ഷൻ ചെയ്യാതെ വെച്ചിട്ടുള്ള സോഡിയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നശിപ്പിച്ച് കളയണം. എങ്ങനെ? നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ആൽക്കഹോൾസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള എക്സസ് സോഡിയം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിരിക്കണം. അതുപോലെ ദിസ് ടെസ്റ്റ് ഈസ് ഫേവറബിൾ ഇഫ്, ഈ ടെസ്റ്റ് ആർക്കും ഫേവറബിൾ ആണ്? ഫീനൈൽ അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ്സ് ഒക്കെ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ഫേവറബിൾ ആണ്. ഓക്കെ അല്ലേ. പിടികിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് പോയാലോ? എസ്റ്റർ ടെസ്റ്റ്. എസ്റ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കഹോൾ ഫോമിംഗ് എ ഫ്രൂട്ട് സ്മെല്ലിംഗ് എസ്റ്റർ. അപ്പൊ നമ്മുടെ കാർബോക്സിലിക് ആസിഡ് COOH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട് സ്മെല്ലിംഗ് ആയിട്ടുള്ള എസ്റ്റർ ആണ് ഫോം ചെയ്യുന്നത്. ദിസ് റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾ and a carboxylic acid is called esterification. വളരെ ഇമ്പോർട്ടന്റ്. എസ്റ്റർ ആണ് ഫോം ചെയ്യുന്നത്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് എസ്റ്ററിഫിക്കേഷൻ. ദിസ് റിയാക്ഷൻ ഈസ് സ്ലോ റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇത് ഒരു സ്ലോ റിയാക്ഷൻ ആണ്. ഇതിനെ കാറ്റലൈസ് ചെയ്യാൻ പറയുന്നത് എന്താണ്? കാറ്റലിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റിയാക്ഷന്റെ സ്പീഡ് നമുക്ക് കൂട്ടാം അല്ലെ. അപ്പൊ റിയാക്ഷന്റെ സ്പീഡ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ലോ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വേഗക്കാരനാക്കി എടുക്കാം ബൈ ആഡിങ് സൾഫ്യൂരിക് ആസിഡ് ആസ് കാറ്റലിസ്റ്റ്.
ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ കാർബോക്സിലിക് ആസിഡും നമ്മുടെ OH ഗ്രൂപ്പും കൂടി റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എസ്റ്റർ ഫോം ചെയ്യുന്നു. ഒരു ഫ്രൂട്ട്സിന്റെ സ്മെല്ലുള്ള എസ്റ്റർ ഫോം ചെയ്യുന്നു അല്ലെ? ആ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. ആ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമുക്ക് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാം. ആ കാറ്റലിസ്റ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇനി ആ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ? റിയാക്ഷൻ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഏതാണ്? ROH എന്ന് പറയുന്നത് ജനറൽ റിയാക്ഷൻ ആണ് കേട്ടോ. ROH എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണ്. RCOOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണ്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റർ ഫോം ചെയ്യുന്നു. RCOOR എന്ന് പറഞ്ഞാൽ എസ്റ്റർ ഫോം ചെയ്യുന്നു. അവിടെ വാട്ടറും ഒപ്പം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതൊരു ജനറൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജനറൽ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെത്തനോൾ എടുത്തു അല്ലെ? അതുപോലെ മെത്തനോയിക് ആസിഡ് നമ്മൾ എടുത്തു. CH3OH ഉം CH3COOH നമ്മൾ റിയാക്ഷൻ നടത്തിയപ്പോൾ CH3COOCH3 കിട്ടി. അതിന്റെ പേരാണ് ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറയും. CH3COOCH3 ഈഥൈൽ അസറ്റേറ്റ് കിട്ടി. ഒപ്പം വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? ഒരു സ്വീറ്റ് സ്മെൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കഹോളിക് ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ബ്രിസ്ക് എഫർവെസൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ? യെസ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതിൽ അല്ലേ? നമ്മൾ സോഡിയം മെറ്റൽ ആഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രിസ്ക് എഫർവെസൻസ് ആയിരുന്നു. എന്നാൽ എഫിക്കേഷനില് നമ്മൾ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് നമുക്ക് പറയാം? OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട്. OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഗ്രൂപ്പിന്റെ ഒപ്പം ഈ കാർബോക്സിലിക് ആസിഡ് റിയാക്ഷൻ നടത്തിയാൽ മാത്രമേ അവിടെ ഒരു സ്വീറ്റ് സ്മെല്ല് ഫോം ചെയ്യുള്ളൂ. അടുത്തതാണ് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ്. സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ്. ആൽക്കഹോൾ ഓർ റിയാക്ഷൻ വിത്ത് സെറിക് അമോണിയം നൈട്രേറ്റ് അല്ലെ? ആൽക്കഹോൾസ് എന്ത് ചെയ്യുന്നു? ഓൺ റിയാക്ഷൻ വിത്ത്. അപ്പൊ ആൽക്കഹോൾ ആണ് നമ്മുടെ ROH എന്ന് പറയുന്നത്. ഈ ROH എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ടോ ഈ തന്നിട്ടുള്ള NH4 ട്വൈസ് CeNO3 6 ടൈംസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. അവരുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കോംപ്ലക്സ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമോണിയം നൈട്രേറ്റ് NH4NO3 ഫോം ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു റെഡ് അല്ലെങ്കിൽ ആ ഒരു പിങ്ക് കളർ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, അവരാണ് ഇവിടെ ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ആണ് എന്നുള്ളതിന്റെ ഡിറ്റക്ഷൻ മാർക്ക് എന്ന് പറയുന്നത്. പിടികിട്ടിയോ പറയുന്ന കാര്യം? എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് തന്നിട്ടുള്ള സെറിക് അമോണിയം നൈട്രേറ്റ് അതാണ് NH4 ട്വൈസ് CeNO3 6 ടൈംസ്. ഈ സെറിക് അമോണിയം നൈട്രേറ്റ് ഫീനോളുമായിട്ട് ROHുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് രണ്ട് കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഒന്ന് അമോണിയം നൈട്രേറ്റ് ആണ്, അതാണ് NH4NO3. മറ്റൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ പ്രസിപ്പിറ്റേറ്റിന്റെ നിറം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പിങ്കോ അല്ലെങ്കിൽ നല്ല റെഡോ അങ്ങനെ ഡാർക്ക് കളർ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. അതവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? ദ അപ്പിയറൻസ് ഓഫ് വൈൻ റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് അസറ്റൈൽ ക്ലോറൈഡ് ടെസ്റ്റ്. എന്താണ് അസറ്റൈൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് അസറ്റൈൽ ക്ലോറൈഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എസ്റ്റർ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ്. The resulting hydrogen chloride, when on contact with ammonium hydroxide, form a white fumes of ammonium chloride and water. എന്താ പറയുന്നത്? ഈ ആൽക്കഹോൾസ് അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് എസ്റ്ററും ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്യുന്നു. എസ്റ്ററും ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട്, അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NH4OH, NH4OHുമായിട്ട് ഈ HCl കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? റിയാക്ഷൻ നടക്കുകയും ഒരു വൈറ്റ് ഫ്യൂംസ് പറഞ്ഞ വെള്ളപ്പുക, നമ്മൾ ചന്ദനത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പുക പോളില്ലേ, അതേപോലെ ഒരു വെള്ള നിറത്തിലുള്ള പുക ഇങ്ങനെ മുകളിലേക്ക് പോകും. അതാണ് അമോണിയം ക്ലോറൈഡ്. അപ്പൊ അമോണിയം ക്ലോറൈഡും വാട്ടറും ഉണ്ടാകുന്നു. ആ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്.
നോക്കിയേ, നമ്മുടെ ആൽക്കഹോള് CH3COCl റിയാക്ഷൻ നടത്തുന്നു അല്ലെ. അപ്പൊ എന്തുണ്ടാവുന്നു? CH3COORും HClഉം ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്തിട്ടുള്ള HCl അമോണിയം ഹൈഡ്രോക്സൈഡ്, അതാണ് NH4OH കേട്ടോ. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഈ NH4OH എന്ന് പറയുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് എന്തുണ്ടാവും? അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് NH4Cl അല്ലെ, അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്നു, H2O ഉണ്ടാവുന്നു. ആ അമോണിയം ക്ലോറൈഡ് ആണ് അവിടെ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? വൈറ്റ് ഫ്യൂംസ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫോം ചെയ്യുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രസന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ബ്രിസ്ക് എഫർവെസൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ സ്വീറ്റ് സ്മെല്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എസ്റ്ററിഫിക്കേഷനിൽ അല്ലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു റെഡ് നിറത്തിലുള്ള ഇത് ഉണ്ടാവുന്നു പറഞ്ഞു അല്ലെ, നമ്മൾ സെറിക് അമോണിയം നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോ. പിന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞു. ലാസ്റ്റത്തെയാണ് അയോഡോഫോം ടെസ്റ്റ്. എന്താണ് അയോഡോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദിസ് ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ സെക്കൻഡറി ആൽക്കഹോൾസ്. ഓർത്ത് വെക്കണം, കീറ്റോൺസ് ആൻഡ് അസറ്റാൽഡിഹൈഡ്. ഇപ്പൊ ഈ 3 പേരാണ് ഈ ഒരു ടെസ്റ്റ് കാണിക്കുന്നത്. അപ്പോ ഈ ഒരു അയോഡോഫോം ടെസ്റ്റിന് കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാര് നമുക്കറിയാലേ, ആൽക്കഹോൾസ് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോൾസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നുണ്ട്, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആൽക്കഹോൾസിൽ സെക്കൻഡറി ആൽക്കഹോൾസും കീറ്റോൺസും അസറ്റാൽഡിഹൈഡും കാണിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് അയോഡോഫോം ടെസ്റ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ദ കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ആദ്യം നമ്മുടെ ഈ തന്നിട്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അയോഡിൻ ഫോം ചെയ്യും. എ ഫോർമേഷൻ ഓഫ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് അയോഡോഫോം ഷോസ് ദ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. അങ്ങനെ എന്തുണ്ടാവുന്നു? അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അതായത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസാ കാണിക്കുന്നത്? അയോഡോഫോമിന്റേതാണ്. അതാണ് എന്തിനെ കാണിക്കുന്നത്? ആൽക്കഹോളിന്റെ പ്രസൻസിനെ കാണിക്കുന്നത്. അതായത് ആ റിയാക്ഷൻ ഒന്ന് നോക്കിയേ. റിയാക്ഷൻ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഈ CH3COCH3 ഓക്കെ, CH3COCH3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അയോഡിനുമായിട്ടും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? അയോഡോഫോം, ഒരു യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. പിന്നെ CH3COONA. CH3COONA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? നമ്മുടെ ആരാണ്? നമ്മുടെ യെസ് അല്ലെ, സോഡിയം അല്ലെ, സോഡിയത്തിന്റെ സോൾട്ട് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ സോഡിയം അയോഡൈഡ് നമുക്ക് ഫോം ചെയ്യുന്നു. പിന്നെ ആരാളുള്ളത്? നമ്മുടെ H2O ഫോം ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോ അയോഡോഫോം അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടോ? ദ ഫോർമേഷൻ ഓഫ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ഇതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ദ ഫോർമേഷൻ ഓഫ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ, അസറ്റാൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ അല്ലേ? അപ്പൊ കീറ്റോണും അസറ്റാൽഡിഹൈഡും ആൽക്കഹോളും ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അയോഡിനും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള അയോഡോഫോം ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അവിടെ ആൽക്കഹോള്, അസറ്റാൽഡിഹൈഡ്, കീറ്റോൺസ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഇതിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടി എടുത്തതാണ്. നമ്മൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോൾസിനെ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നതിൽ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോൾസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലൂക്കാസ് ടെസ്റ്റ് ചെയ്താൽ മതി. ലൂക്കാസ് ടെസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ദ മിക്സർ ഓഫ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ സിങ്ക് ക്ലോറൈഡിന്റെയും കോൺസെൻട്രേറ്റഡ് HClന്റെയും ഒരു മിക്സ്ചർ, അതിൽ നമ്മൾ റിയേജന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആരാണ് ലൂക്കാസ് റിയേജന്റ്? ZnCl2ലെയും HCl ഏജന്റ് പഠിച്ചിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ലൂക്കാസ് റിയേജന്റ് it react with the primary, secondary, tertiary alcohol at different rate. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേര് നമുക്ക് ലൂക്കാസ് റിയേജന്റ് എന്ന് വിളിക്കാം. ഈ ഒരു റിയേജന്റ്, ലൂക്കാസ് റിയേജന്റ് ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോളുമായിട്ട് പല റേറ്റിലാണ് റിയാക്ഷൻ നടത്തുന്നത്, ഒരേപോലെയല്ല. ദിസ് റിയേജന്റ്, ലൂക്കാസ് റിയേജന്റ് ഫോം എ ക്ലൗഡിനെസ് ഓൺ റിയാക്ടിങ് വിത്ത് ആൽക്കഹോൾസ്. അപ്പോൾ ആൽക്കഹോൾസുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ പൊതുവെ ഒരു ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു മൂടൽ പോലെയുള്ള ഒരു
അങ്ങനെ ഒരു ഇതാണ് അവർ ഫോം ചെയ്യാറുള്ളത്. ഒരു ക്ലൗഡിനെസ് ആണ് അവർ റിയാക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാവാറുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടേഴ്ഷറി ആൽക്കഹോൾ റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. നമ്മുടെ ടേഴ്ഷറി, ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആൽക്കഹോൾ ടേഴ്ഷറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൽക്കഹോളിനെ നമ്മൾ ഈ ഒരു സിങ്ക് ക്ലോറൈഡ് HCl മിക്സ്ചറുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലൗഡിനെസ്, ഒരു മൂടൽ പോലെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ടേഴ്ഷറി ആൽക്കഹോൾ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ സെക്കൻഡറി ആൽക്കഹോൾസ് റിയാക്ട് സ്ലോലി ആൻഡ് ഗീവ്സ് ക്ലൗഡിനെസ് ആഫ്റ്റർ 5 to 10 minutes. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻ നടത്തിയപ്പോൾ ക്ലൗഡിനെസ് ഉണ്ടാവാൻ ഇത്തിരി സമയം പിടിക്കുന്നു, ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്ലൗഡിനെസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. എന്നാൽ ക്ലൗഡിനെസ്സേ ഫോം ചെയ്തിട്ടില്ല, ഒരു റിയാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അതെന്താണ്, അത് പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പൊ എളുപ്പമല്ലേ നമുക്ക് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആൽക്കഹോൾസിനെ കണ്ടുപിടിക്കാൻ? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞ ഒരു റിയേജന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ലൂക്കാസ് റിയേജന്റ് ഏതാണ്? സിങ്ക് ക്ലോറൈഡിന്റെയും കോൺസെൻട്രേറ്റഡ് HClന്റെയും ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ലൂക്കാസ് റിയേജന്റ് എന്ന്. ഓക്കെ അല്ലേ? അപ്പൊ അത് പഠിച്ചിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, കേട്ടല്ലോ. അപ്പൊ അതില് ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. ഈ ഒരു റിയാക്ഷൻ പഠിച്ചിരിക്കുക, കേട്ടല്ലോ. ഈ ഒരു റിയാക്ഷൻ പഠിച്ചിരിക്കണം. എന്തായിരുന്നു റിയാക്ഷൻ എന്ന് പറയുന്നത്? നോക്കിയേ, നമ്മൾ എടുത്തിരിക്കുന്നത് CH3CH2OH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. CH3CH2OH എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് നമ്മൾ എടുത്തു അല്ലെ. ഈഥൈൽ ആൽക്കഹോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഈഥൈൽ ആൽക്കഹോള് നമ്മുടെ ZnCl2 + HCl, അതിലെ ലൂക്കാസ് റിയേജന്റ്, അതുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. സോ അതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ് അല്ലെ. അതുപോലെ തന്നെ സീക്ക് ബ്യൂട്ടൈൽ ആൽക്കഹോൾ അല്ലെ, അവിടെ എന്തുണ്ടാവുന്നു? സീക്ക് ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ടാവുന്നു അല്ലെ. ആ റിയാക്ഷൻ നടക്കുന്നത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. എന്നാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ, ടെർട്ട് ബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ടെർഷറി ആൽക്കഹോളിൽ വരുന്നതാണ് അല്ലെ. ഏത്? ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോള്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക അല്ലെ. വളരെ പെട്ടെന്ന് റിയാക്ഷൻ നടന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലൗഡിനെസ് ഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ അതേതാണ്? അതൊരു ടെർഷറി ആൽക്കഹോൾ ആണ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിന്റെ ലൂക്കാസ് ടെസ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ നമ്മൾ നോട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം കേട്ടോ. ഈ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് നോട്ട് ഔട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കണ്ടോ, നോട്ടിൽ നമ്മൾ തന്നിട്ടുണ്ട്. ഏതാണ്? ക്ലൗഡിനെസ് അപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ അത് ടെർഷറി ആൽക്കഹോൾ. ക്ലൗഡിനെസ് അപ്പിയർ വിത്തിൻ 5 to 10 minutes ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ. ക്ലൗഡിനെസ് അപ്പിയേഴ്സ് ഓൺലി ഓൺ ഹീറ്റിംഗ് അല്ലെ. ഓൺലി ഓൺ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു റിയാക്ഷൻസും ഇല്ല, പക്ഷെ നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ക്ലൗഡിനെസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്. എളുപ്പമല്ലേ? അപ്പൊ ലൂക്കാസ് ടെസ്റ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലൂക്കാസ് ടെസ്റ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഹൈഡ്രോ കാർബണും അതിന്റെ ഒരു ജനറൽ ഫോർമുല, ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല നമ്മൾ നോക്കി. അതോടുകൂടെ തന്നെ നമ്മൾ ടെസ്റ്റുകളാണ് പഠിച്ചത്. അതിൽ ടെസ്റ്റുകളിൽ നമ്മുടെ സിലബസിൽ ഫീനോളും ആൽക്കഹോളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ അല്ലേ? അതുപോലെ ആൽഡിഹൈഡ്, കീറ്റോണ്, അതിന് വേറെ 1-2 പേരും കൂടി ചേർന്നതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നോട്ട്സ് നോക്കുക, മാക്സിമം എക്സാമ്പിൾസ് കളക്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.